ഇത് പിണറായി വിജയന്റെ അവസാന ഇലക്ഷനാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPM വിമതനായ ജി സുധാകരൻ. സുധാകരൻ എന്ന നേതാക്കന്മാരുടെ അഴിമതിയും തോന്നിയാസവും കാരണം അവരെ ഒരു പാഠം പഠിപ്പിക്കാനാണ് UDF സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിക്കുന്നത്. എങ്കിലും CPM എന്ന പാർട്ടിയെ പൂർണ്ണമായും അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടില്ല എവിടെയും. മാത്രമല്ല, CPMകാർ ചെയ്യുന്നത് പോലെ വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കാനും സുധാകരൻ പോയിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ പാവം സുധാകരനെ ചെറ്റ എന്ന് വരെ വിളിച്ചിരിക്കുന്നു. അപ്പോഴും അതിരുവിട്ട് ഒരു വാക്കുപോലും സംസാരിക്കാതെ മാറി മാറി നടന്നു ജി സുധാകരൻ. എന്നാൽ ഇപ്പോഴിതാ വീണ്ടും പോയി വായിൽ കോലിട്ടിളക്കിയതോടെ മുഖ്യമന്ത്രിക്ക് വയറ് നിറയെ കിട്ടി സുധാകരൻ്റെ കയ്യിൽ നിന്ന്. കുട്ടനാട്ടിലെ ഒരു പാടവരമ്പ് പോലും കാണാത്ത ഈ പിണറായി വിജയൻ തന്നെ വെല്ലുവിളിക്കരുത് എന്നാണ് ജി സുധാകരൻ നൽകിയിരിക്കുന്ന താക്കീത്. ആലപ്പുഴ എന്നത് ഒരു ഇരുതല മൂർച്ചയുള്ള ആയുധമാണെന്നും തലങ്ങും വിലങ്ങും മറിഞ്ഞും തിരിഞ്ഞും വെട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ സുധാകരൻ പിണറായി വിജയൻ തന്നെ വെല്ലുവിളിക്കാൻ വരരുത് എന്ന മുന്നറിയിപ്പും നൽകിവിട്ടു. പിണറായിയുടെയും സംഘത്തിൻ്റെയും BJP ബന്ധം പരസ്യമായി ജി സുധാകരൻ പുറത്തുവിട്ട ദിവസം കൂടിയാണ് ഇന്ന്. BJPയുമായി നിരന്തരം കൂട്ടുകെട്ടുണ്ടാക്കുന്ന സജി ചെറിയാൻ എന്ന മന്ത്രി, ആ മന്ത്രിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നാണ് സുധാകരൻ ചോദിച്ചത്. BJPയുടെ വോട്ടില്ല എങ്കിൽ ഈ സജി ചെറിയാൻ തോറ്റ് തുന്നം പാടുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ് എന്നും സുധാകരൻ പറയുന്നു. പണ്ടത്തെ പോലെ തൊഴിലാളി വർഗത്തിൻ്റെയും കർഷക വർഗത്തിൻ്റെയും പാർട്ടിയല്ല ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന സുധാകരൻ്റെ പ്രസ്താവന ആലപ്പുഴയിലെ ജനങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. പിണറായി വിജയൻ്റെ മുഖം മൂടി വലിച്ചെറിഞ്ഞുകൊണ്ടായിരുന്നു ഇന്ന് ജി സുധാകരൻ പൊട്ടിത്തെറിച്ചത്. CPM എന്ന പാർട്ടി ഇന്ന് തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയല്ല, ഒരു പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ പാർട്ടിയായി മാറിയിരിക്കുന്നു എന്ന സത്യം മുഖ്യമന്ത്രി കേൾക്കാനായിട്ട് തന്നെയാണ് സുധാകരൻ തുറന്നടിച്ചത്. ചില നേതാക്കന്മാർ ഉണ്ടാക്കിയത് പാർട്ടി അവഗണന തൻ്റെ മുഖത്ത് ഇടിച്ചുകൊണ്ടായിരുന്നുവെന്നും അപ്പോഴും താൻ ഒന്നും മിണ്ടിയില്ല, ഒരു ബ്രാഞ്ചിലേക്ക് ഒതുക്കിയപ്പോഴും അവിടെ മിണ്ടാതിരുന്നു, അതിൽ കൂടുതൽ പാർട്ടി അച്ചടക്കം എങ്ങനെ പാലിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അപ്പോഴേക്ക് പാർട്ടി സജി ചെറിയാൻ്റെ കസ്റ്റഡിയിലായി. മുഖ്യമന്ത്രിയുടെ മൗനാനുവാദവും അതിനുണ്ടായി. ആലപ്പുഴയുടെ ക്രിമിനൽ രാഷ്ട്രീയത്തിൻ്റെ തലവൻ മന്ത്രി സജി ചെറിയാനാണെന്നും ജി സുധാകരൻ തുറന്നടിച്ചു. BJP വോട്ടില്ല എങ്കിൽ സജി ചെറിയാൻ തോൽക്കുമെന്നുള്ളത് ഇത്തവണ അറിയാൻ കഴിയുമെന്നും സുധാകരൻ പറയുന്നു. ആലപ്പുഴയുടെ അസ്ഥിവാരം തോണ്ടി വാഴപ്പിണ്ടി കുഴിച്ചിട്ട് അതിന് നേതൃത്വം നൽകിയത് സജി ചെറിയാനാണ് എന്നുള്ള തുറന്നടിക്കലാണെന്ന് ജി സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ സജി ചെറിയാൻ എന്ന മന്ത്രിയെ പിണറായിക്ക് നട്ടെല്ലുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും സുധാകരൻ വെല്ലുവിളിച്ചു. സുധാകരൻ ഒരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പിണറായി വിജയൻ്റെ അവസാന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നോട് കൂടുതൽ കളിക്കാതെ തന്നെ വിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കൂ എന്നാണ് സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നശിക്കുന്നതിന് ആരംഭം കുറിച്ച ഈ പാർട്ടിയെ ഇനി പിണറായിക്കും രക്ഷിക്കാൻ കഴിയില്ലെന്ന മുന്നറിയിപ്പോടുകൂടിയാണ് സുധാകരൻ്റെ താക്കീത് അവസാനിപ്പിച്ചത്. ശരിക്കും പിണറായി വിജയൻ പ്രതിരോധത്തിലാകുന്നത് പാർട്ടിക്കേറെ സ്വാധീനമുള്ള ആലപ്പുഴ ജില്ലയിലാണെന്നുള്ളതിൽ വലിയ ആശങ്ക തന്നെയാണിപ്പോൾ CPMനുള്ളത്.